നമസ്കാരം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന വേളോർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മൾ ദർശനം നടത്തുന്നത്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങളിൽ ഒരു ശിവക്ഷേത്രമാണ് വേളോർവട്ടം മഹാദേവ ക്ഷേത്രം. 2 നാലമ്പലങ്ങളും 2 കൊടിമരങ്ങളുമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രവും. രണ്ട് ശ്രീകോവിലുകളിൽ വടക്കുവശത്തുള്ള പ്രതിഷ്ഠയായ വടക്കനപ്പൻ യഥാർത്ഥ പ്രതിഷ്ഠയായും തെക്കുവശത്തുള്ള പ്രതിഷ്ഠയായ തെക്കനപ്പൻ സ്വയംഭൂ വിഗ്രഹമായും കണക്കാക്കപ്പെടുന്നു. വടക്കനപ്പന്റെ ക്ഷേത്രം 700 വർഷങ്ങൾക്ക് മുൻപ് വില്വമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈക്കത്തപ്പൻ തന്നെയാണ് തെക്കനപ്പൻ എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പണ്ട് കാലത്ത് തന്നെ വേളോർവട്ടത്തിന്റെ പേരും പെരുമയും പ്രശസ്തമായിരുന്നു. അന്ന് വടക്കനപ്പന്റെ ശ്രീകോവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് ക്ഷേത്രനട അടച്ചതിനാൽ ദർശനം സാധ്യമായില്ല. രാത്രി തമ്പ്രാക്കൾക്ക് ഭഗവാന്റെ സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. വെളുപ്പിന് ഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുക. തമ്പ്രാക്കൾക്ക് വൈക്കത്തപ്പനായി ഞാൻ വേളോർവട്ടത്ത് ദർശനം നൽകിക്കൊള്ളാം എന്നായിരുന്നു സ്വപ്ന ദർശനം. പിറ്റേന്ന് ഹോമകുണ്ടത്തിൽ അഗ്നിസ്വയംഭൂവായി തമ്പ്രാക്കൾക്ക് വൈക്കത്തപ്പൻ ദർശനം നൽകിയെന്നാണ് വിശ്വാസം. പരശുരാമനാൽ പ്രതിഷ്ഠ ചെയ്യപ്പെട്ട വടക്കനപ്പൻ വട്ട ശ്രീകോവിലും തെക്കനപ്പൻ ചതുര ശ്രീകോവിലുമായാണ് കുടികൊള്ളുന്നത്. കേരളത്തിലെ ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ അവസാന വാക്കായ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ക്ഷേത്രം. ഇപ്പോൾ കേരള ഊരാൺമ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. വേളോർവട്ടത്തെ നിർമാല്യ ദർശനം നമ്മുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. വടക്കനപ്പൻ കിരാതമൂർത്തി രൂപത്തിൽ അർജുനന് വരം കൊടുക്കുന്ന ഭാവത്തിലും തെക്കനപ്പൻ സ്വയംഭൂവായ വൈക്കത്തപ്പനുമായാണ് ഇവിടെ കുടികൊള്ളുന്നത്. മഹാവിഷ്ണു, ശാസ്താവ്, ഗണപതി, യക്ഷിയമ്മ, നാഗപ്രതിഷ്ഠ തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട്. കർക്കിടക മാസത്തിലെ വാവുബലി ദിനത്തിൽ മരിച്ചുപോയ പൂർവികർക്കായി ചടങ്ങുകൾ നടത്തുന്നതിന് ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. പിതൃതർപ്പണവും മരണാനന്തര ചടങ്ങുകളും ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. കർക്കിടകവാവ് ദിവസങ്ങളിൽ അറകുലയ്ക്ക് ദാഹം വഴിപാട് ഇവിടെ അതിവിശേഷമാണ്. വേളോർവട്ടത്ത് കൂട്ടനമസ്കാരം നടത്തിയാൽ തീരാത്ത പിതൃദോഷങ്ങളില്ലെന്നാണ് വിശ്വാസം. വേളോർവട്ടത്ത് കിണറ്റുകര തളിച്ചുകൊട നടത്തിയാൽ തീരാത്ത നാഗദോഷങ്ങളുമില്ല എന്നാണ് പണ്ട് മുതൽക്കേയുള്ള വിശ്വാസം.
സർപ്പദോഷ പരിഹാരത്തിനും സർപ്പപ്രീതിക്കുമായി ക്ഷേത്ര കിണറിനു സമീപത്തായി ദിവസവും രാവിലെ 10 മണിക്ക് കിണറ്റുകര തളിച്ചുകുട നടത്തപ്പെടുന്നു. ഇത് ദർശിക്കുവാൻ ധാരാളം ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. മഹാദേവന് ഏറ്റവും പ്രിയവും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടും 1000 കുടം ജലാഭിഷേകമാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് ഭക്തർ ഈ വഴിപാട് നടത്തുന്നത്. പുറകുവിളക്ക്, കൂവളമാല, ജലധാര, ക്ഷീരധാര, ശംഖാഭിഷേകം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി തുടങ്ങിയ വഴിപാടുകളും ഇവിടെയുണ്ട്. സർപ്പയക്ഷിയാണ് ഇവിടെ യക്ഷിയമ്മയായി കുടികൊള്ളുന്നത്. പാൽപ്പായസവും പട്ടും മഞ്ഞളും യക്ഷിയമ്മയുടെ പ്രധാന വഴിപാടുകളാണ്. ക്ഷേത്രത്തിൻ്റെ തന്ത്രിസ്ഥാനം വൈക്കം ഉദയനാപുരത്തുള്ള മോനാട്ടുമനയ്ക്കാണ്. കുംഭമാസത്തിലെ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള 8 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടത്തിവരുന്നത്. ക്ഷേത്രത്തിന് സമീപത്തായി ഒരു ജന്മനക്ഷത്രക്കാവ് നമുക്കിവിടെ കാണാം. എല്ലാ നാളുകാരുടെയും നാൾ വൃക്ഷങ്ങൾ ഈ കാവിൽ സ്ഥിതി ചെയ്യുന്നു. ജന്മനക്ഷത്രക്കാവിൻ്റെ ഉള്ളിൽ ഭഗവാൻ ശിവന്റെ മനോഹരമായ ഒരു പ്രതിമ നമുക്ക് കാണുവാൻ സാധിക്കും. അശ്വതി മുതൽ രേവതി വരെ എല്ലാ നാളുകാരുടെയും നാൾ വൃക്ഷങ്ങൾ ഈ ജന്മനക്ഷത്രക്കാവിലുണ്ട്. ഓരോ നാളുകാരുടെയും നാൾവൃക്ഷം ഏതാണെന്ന് വളരെ വ്യക്തമായി തന്നെ ഈ ജന്മനക്ഷത്രക്കാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചേർത്തല ടൗണിൽ ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ദേശീയപാതയിലേക്കുള്ള ബൈപ്പാസിലാണ് വേളാർവട്ടം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം രേഖപ്പെടുത്തുന്ന ചരിത്രരേഖകളൊന്നും തന്നെ ലഭ്യമല്ല. ക്ഷേത്ര ദർശനം നടത്തേണ്ട സമയം രാവിലെ 4:30 മുതൽ 11:30 വരെയും വൈകുന്നേരം 5 മുതൽ 7:30 വരെയുമാണ്. കേരളത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് ഈ ക്ഷേത്രം മൂലകുടുംബ ക്ഷേത്രമാണ്.
മനോഹരമായ ക്ഷേത്രകുളവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കൈലാസനാഥനും മൂലകുടുംബനാഥനുമായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നമഃശിവായ മന്ത്രമുള്ളിൽ ജപിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി.